അടിപൊളി അറബിക് റൈസായ ബുഖാരി റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ്. അപ്പോൾ ഞാൻ കുറച്ച് വലിയ പീസായിട്ടാണ് ചിക്കൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ ചിക്കൻ പീസും ഇതുപോലെ എന്തെങ്കിലും ഇടിക്കല്ലൊക്കെ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. മസാല നല്ലോണം ഒന്ന് പിടിക്കും. ശേഷം ഇങ്ങനെ ഓരോ പീസിനും കുറച്ച് വരയിട്ട് കൊടുത്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റിൽ മസാല പിടിച്ച് കിട്ടും. ഇനി ആവശ്യത്തിന് ഉപ്പ്, ഒരു 2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പുളിനാരങ്ങൻ്റെ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അതിന് മുമ്പായിട്ടൊരു 2 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡ് മസാല തയ്യാറാക്കി വെക്കാം. അതിലേക്കായിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു മാഗി സ്റ്റോക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു പകുതി തക്കാളി, പകുതി ഉള്ളി, കുറച്ച് അധികം മല്ലിയില, പിന്നെ ഒരു പച്ചമുളക്, ഒരു കഷ്ണം ക്യാപ്സിക്കം, ഒരു ടീസ്പൂൺ നിറയെ ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ വരെ മല്ലിപ്പൊടി, ഒരു 2 ടീസ്പൂൺ വരെ കാശ്മീരി റെഡ് ചില്ലി പൗഡർ. ഇവയെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ നന്നായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. നല്ലോണം പേസ്റ്റ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. തലേന്ന് ആക്കി വെച്ചാൽ അത്രയ്ക്കും നല്ലത്. ഒരു 5 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഇങ്ങനെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് താഴെയായിട്ടും ഒന്ന് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ റൈസിനും ചിക്കനും ഒക്കെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം. അതിലേക്കായിട്ട് ഒരു പാത്രത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ വരെ ഓയിലും 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 വലിയ ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തതും കൂടി അതിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് റോസ്റ്റായി വന്നിട്ടാകുമ്പോൾ കുറച്ച് ഉണക്ക മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് കോരി മാറ്റി വെക്കാം. ഇത് റൈസിൻ്റെ ഒക്കെ ആകുമ്പോൾ നല്ലോണം വെന്തു പോകും, അതുകൊണ്ടാണ് ഇങ്ങനെ കോരി മാറ്റി വെക്കുന്നത്. എല്ലാം കൂടി ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു വലിയ ഉള്ളി ഒന്ന് ജസ്റ്റ് കട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ഒരു വലിയ തക്കാളി ഒന്ന് പേസ്റ്റ് ആക്കിയതും കൂടി അരച്ചതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ വരെ ടൊമാറ്റോ കെച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ മാരിനേറ്റ് ചെയ്ത ബാക്കിയുള്ള മസാലയും എല്ലാം കൂടി മൊത്തത്തിൽ അതിലൊന്ന് മിക്സ് ആക്കിയിട്ട് അല്പം അധികം തന്നെ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ചിക്കൻ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ പ്രശ്നമില്ല, നമ്മൾ അതിൽ തന്നെയാണ് റൈസും കൂടി തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ചിക്കനെല്ലാം വെന്തതിന് ശേഷം അതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ 800 ഗ്രാം ബസ്മതി അരിയാണ് എടുക്കുന്നത്. അതിന് 8 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് എടുക്കുന്നത്. അപ്പോൾ അതിലുള്ള മസാലൻ്റെ വെള്ളം കൂടി ഒന്ന് അളന്നിട്ട് ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി അതിന് മുമ്പായിട്ട് ചിക്കനെല്ലാം ഒന്ന് നമ്മൾ ഓയിലിലൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് അതിലേക്ക് റൈസ് കഴുകി വെച്ച റൈസും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി ഒന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനൊക്കെ അതിന് മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് ലെവലാക്കി വെക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് വെള്ളമൊക്കെ വറ്റി റൈസ് ഇതായി വരുന്നത് വരെ വെക്കാവുന്നതാണ്. അപ്പോൾ ഇതാ മൊത്തത്തിൽ ആയി കെട്ടിയിട്ടാകുമ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ റൈസൊന്നും പൊട്ടാതെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്താൽ അടിപൊളിയായിട്ട് ഇതാ നമ്മുടെ ബുഖാരി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ടൊമാറ്റോ കെച്ചപ്പും മയണൈസൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ബൈ.